നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും DDOമാരുടെയും ശ്രദ്ധയ്ക്ക് സർവീസിൽ പ്രവേശിച്ച ആദ്യ ഇൻക്രിമെൻ്റ് ലഭിക്കണമെങ്കിൽ NPSൽ അംഗത്വം എടുത്തിരിക്കണം. അതോടൊപ്പം സർവീസിൽ തുടരുന്ന NPSൽ ഇതുവരെയും ചേരാത്തവരുടെ അടുത്ത ഇൻക്രിമെൻ്റ് അനുവദിക്കുന്നത് NPSൽ ചേർന്നതിന് ശേഷമേ അനുവദിക്കാവൂ എന്ന് DDOമാർക്ക് കർശന നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് നമ്പർ GOP 133/2025, തീയതി 31/10/2025. ഉത്തരവ് ഇപ്പോൾ സ്ക്രീനിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലും ലഭ്യമാണ്. 1/4/2013 അതിനുശേഷമോ പുതിയതായി നിയമിതരാകുന്ന മുഴുവൻ ജീവനക്കാരും ദേശീയ പെൻഷൻ പദ്ധതി NPSൽ ചേരണമെന്ന് സർക്കാർ ഉത്തരവ് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് കാലപരിധി നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. സമയബന്ധിതമായി പ്രാൻ രജിസ്ട്രേഷൻ പൂർത്തിയാകാതെ വരുന്നത് മൂലം NPS വിഹിതം ജീവനക്കാരൻ്റെ പ്രാൻ അക്കൗണ്ടിലേക്ക് അടയ്ക്കുവാൻ സാധിക്കാതെ വരികയും ഈ കാലയളവിൽ ജീവനക്കാരൻ മരണമടയുന്ന പക്ഷം ജീവനക്കാരൻ്റെ ആശ്രിതർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കാതെയും വരുന്ന സാഹചര്യം പരിഗണിച്ചാണ് സർക്കാർ ഇപ്പോൾ സമയപരിധി നിശ്ചയിച്ചു ഉത്തരവിറക്കിയത്. 1/4/2013 മുമ്പ് സ്കെയിൽ ഓഫ് പേയിൽ ബ്രേക്ക് ഇല്ലാതെ ജോലി ചെയ്തിരുന്നു എന്നതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിലാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും NPSൽ അംഗത്വം എടുക്കാതിരിക്കുന്നവർ സംസ്ഥാനത്ത് ഇപ്പോഴും ഏറെയാണ്, പ്രത്യേകിച്ച് അധ്യാപക മേഖലയിൽ. GOP 84/2019, ഡേറ്റ് 12/7/2019 സർക്കാർ ഉത്തരവിൽ ഡിസ്ക്രിപ്ഷനിൽ ഉത്തരവ് ലഭ്യമാണ്. 3-ാം ഖണ്ഡികയിൽ പറയുന്നു, ഒരു ജീവനക്കാരൻ സംസ്ഥാനത്ത് സർക്കാർ സർവീസിൽ റെഗുലർ തസ്തികയിൽ നിയമിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെൻഷൻ പദ്ധതിക്ക് അർഹത വരികയുള്ളൂ. ധനകാര്യ വകുപ്പിൻ്റെ GOP 133/2019, 30/9/2019 സർക്കാർ ഉത്തരവ് ഇവിടെ ഏറെ പ്രസക്തമാണ്. 1/4/2013 അതിനുശേഷമോ റെഗുലർ തസ്തികയിൽ സേവനത്തിൽ പ്രവേശിക്കുന്ന എല്ലാ ജീവനക്കാരും അധ്യാപകരും സർവീസിൽ പ്രവേശിച്ച് 1 മാസത്തിനകം NPS അംഗത്വം എടുക്കണമെന്നാണ് സർക്കാർ ഉത്തരവ് 622/2013, ഡേറ്റ് 19/12/2013 ഉണ്ടായിരുന്നത്. സർക്കാർ ഉത്തരവ് 133/2019 ഫിനാൻസ് 30/9/2019 ഉത്തരവ് അനുസരിച്ച് സംസ്ഥാനത്ത് വിവിധ സ്കൂളുകളിൽ 1/4/2011 മുമ്പ് അവധി ഒഴിവിൽ സ്കെയിൽ ഓഫ് പേയിൽ ബ്രേക്ക് ഇല്ലാതെ സേവനം അനുഷ്ഠിച്ചു വരവെ 1/4/2013 ശേഷം റെഗുലർ തസ്തികയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർ തങ്ങൾ 1/4/2013 മുമ്പ് സർവീസിലുണ്ട് എന്ന നിലപാടിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനർ ആണ് എന്ന കാഴ്ചപ്പാടിൽ NPS അംഗത്വം എടുക്കാത്തവർ ഒട്ടേറെ. ഇത് ശ്രദ്ധയിൽപ്പെട്ട സർക്കാർ ഇങ്ങനെയുള്ളവർ 2019 നവംബർ 20 മുമ്പായി NPS അംഗത്വം എടുക്കേണ്ടതാണെന്ന കർശന നിർദ്ദേശമാണ് GOP 133/2019, 30/9/2019 ഉത്തരവിലൂടെ സർക്കാർ നിർദ്ദേശിക്കുന്നത്. ഉത്തരവ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലും ലഭ്യമാണ്. ജീവനക്കാരെ പദ്ധതിയിൽ അംഗങ്ങളാക്കുന്നതിന് ബന്ധപ്പെട്ട് DDOമാർ ശ്രദ്ധിക്കണമെന്നും ഉത്തരവ് പറയുന്നു. 2019 നവംബർ 20 ശേഷവും പദ്ധതിയിൽ അംഗങ്ങളാകാത്ത ജീവനക്കാരുടെ പ്രസ്തുത മാസം മുതലുള്ള ശമ്പള ബില്ലുകൾ പാസ്സാക്കേണ്ടതില്ല എന്നും ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന DDOമാരുടെ മേലിൽ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും പ്രസ്തുത ഉത്തരവ് പറയുന്നു. ഈ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്ത് അച്ചടക്ക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. താങ്ക് യു.